വെൽക്കം ടു പുളിയും സ്വാദും. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു റോയൽ ഫലൂദയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബൗൾ എടുത്തിട്ട് ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ജെല്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് ജെല്ലി പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ആ അളവ് അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്താൽ മതിയാവും. നമുക്കത് കറക്റ്റായിട്ട് തന്നെ ആ ജെല്ലി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ എടുക്കുന്നത് 3 ഫ്ലേവറാണ്. ഒന്ന് റാസ്ബെറി ആണ് എടുക്കുന്നത്, പിന്നീട് സ്ട്രോബെറി ബനാനയും അതുപോലെ തന്നെ ലൈം ഫ്ലേവർ. ഓക്കെ, ഇങ്ങനെ 3 ഫ്ലേവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അവർ പറഞ്ഞ അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ജെല്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാൻ തണുത്ത വെള്ളം കൂടി അവർ പറഞ്ഞ അനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ജെല്ലിയാണ്. ഞാനിവിടെ ഫോസ്റ്റർ ക്ലാക്സിൻ്റെ ഫ്ലേവർ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ബ്രാൻഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കസ്കസ് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. കിവി, മാംഗോ, പൈനാപ്പിൾ, അതുപോലെ തന്നെ ആപ്പിൾ എല്ലാം ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫലൂദ സേവ് ആണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിവിടെ വെർമിസെലി ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫലൂദ സേവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടും. അത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ വെർമിസെലി യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫലൂദയ്ക്ക് വെർമിസെലി സേവ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോവരുത്. കുഴഞ്ഞു പോവാതെ തന്നെ നമ്മൾ ഈ ഒരു വെർമിസെലി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഞാൻ 1 കപ്പാണ് കേട്ടോ ഈ ഒരു വെർമിസെലി വേവിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് 2 ബൗളിലേക്ക് ഞാൻ ആ തണുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു വെർമിസെലി എടുത്തിട്ട് അതിലേക്ക് 1 ബൗളിൻ്റെ അകത്ത് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആദ്യത്തെ ആ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്, കാരണം പല കളറിലും പല ഫ്ലേവറിലും നമുക്ക് നമ്മുടെ വെർമിസെലി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൻ്റെ അകത്ത് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്താലും മതിയാവും. പിന്നീട് ഞാൻ 2ാമത്തെ ബൗളിലേക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഗ്രീൻ കളർ 1 ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഏകദേശം ഒരു 3 സ്പൂണോളം ഷുഗറും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മധുരമൊക്കെ നിങ്ങൾക്ക് ഇതനുസരിച്ച് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സും കൂടി നമുക്കെടുത്ത് മാറ്റി ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാനൊരു ഫലൂദ മിൽക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഞാനൊരു 1 കപ്പ് മിൽക്കും അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു ടൈമിൽ ഞാനിവിടെ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. പിന്നീട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മിൽക്ക് എടുത്തിട്ട്, അതായത് ഒരു 2 സ്പൂൺ മിൽക്ക് എടുത്തിട്ട് ഞാൻ കോൺഫ്ലോർ, അതായത് 1 സ്പൂൺ കോൺഫ്ലോർ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫലൂദ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലോർ വേണം. കോൺഫ്ലോറാണ് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ മിൽക്ക് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ തീ കത്തിച്ചിട്ട് ഞാനിവിടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു മിൽക്കൊന്ന് നല്ലൊരു കുറുകിയ ഒരു പരുവത്തിൽ വരും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ ഇതൊക്കെ മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നീട് നമുക്ക് ഡെക്കറേഷനുള്ള ചെറി, അതുപോലെ തന്നെ പിസ്ത, പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ്, അതായത് മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, കിവി ഒക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് റോസ് സിറപ്പാണ് കേട്ടോ. ഈ റോസ് സിറപ്പ് ഞാൻ തന്നെ റെഡിയാക്കിയതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് കസ്കസ്, ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചോണം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫലൂദ ഗ്ലാസ്സിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാവൂ കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ജെല്ലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇനിയിപ്പം പിന്നീട് വേണ്ടുന്നത് നമ്മുടെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഞാനിവിടെ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വാനില ഫ്ലേവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഫലൂദ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് നമ്മുടെ ഏതാണ് നമ്മുടെ വെർമിസെലിയും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇനിയിപ്പോൾ ഒരു നല്ല നീളമുള്ളൊരു ഗ്ലാസ്, നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് റോസ് സിറപ്പാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയിൽ നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു ബോട്ടിൽ പോലെ വേണമെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ റോസ് സിറപ്പ് ഞാനിവിടെ ആഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. പിന്നീട് വൈറ്റ് വെർമിസെലി, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത ആ ഒരു വെർമിസെലിയാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആഡ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കസ്കസ്. നമുക്ക് ഫലൂദ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ, നമ്മളുടെ ഇഷ്ടമാണ് ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നീട് ഫലൂദ മിൽക്കാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അതൊന്നും താന്നൊന്നും പോകത്തില്ല കേട്ടോ, അത് അവിടെ തന്നെ കിടന്നോളും. പിന്നീട് ജെല്ലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് ജെല്ലി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം ജെല്ലി കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ജെല്ലി ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നീട് ഞാൻ വീണ്ടും അതുപോലെ തന്നെ വെർമിസെലി, അതായത് ആ ഗ്രീൻ കളർ വെർമിസെലിയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ ഒരു റാസ്ബെറി ഫ്ലേവർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ജെല്ലിയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ബദാം, പിസ്ത, വാൾനട്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ട് എല്ലാം ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് ഐസ്ക്രീം കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും സെയിം പ്രൊസീജിയറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ടു, അതുപോലെ തന്നെ ഞാൻ ഇനി കുറച്ച് നമ്മുടെ റോസ് സിറപ്പും ഫലൂദ മിൽക്കും രണ്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഇഷ്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫലൂദ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഏതൊക്കെ ഫ്ലേവർ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ജെല്ലി നമുക്ക് യൂസ് ചെയ്യണം, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് വിട്ടു കൊടുക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് വെർമിസെലിയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ ഐസ്ക്രീമാണ് ലാസ്റ്റ് തന്നെ, അതായത് നമ്മൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക, ഐസ്ക്രീം തന്നെ മുകളിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ഒരു ഫലൂദ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് കുറച്ച് പിസ്ത ഫ്ലേക്സ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ, അല്ലാതെ ഞാൻ തന്നെ കട്ട് ചെയ്തൊന്നും അല്ല. പിസ്ത ഫ്ലേക്സ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് തന്നെയാണ്. അതും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു 2 ചെറിയും കൂടെ വെച്ചിട്ട് നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം, അതുവരേക്കും ബൈ.